അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി സിദ്നാ ഇൽമൻ വഹൽമൻ വഫഹ്മൻ വഅഖലൻ വദമകാമില റബ്ബി തമ്മിൽ ബിൽ ഖൈരി വസ്സഅദ. ബഹുമാനമുള്ള ഫത്ഹുൽ മുഈൻ സബക്കിലെ ബഹുമാനികൾ, ഫത്ഹുൽ മുഈനിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ആണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം നോമ്പ് മുറിക്കൽ ഹലാലായ കാര്യങ്ങളെക്കുറിച്ച് യാത്ര ഹലാക്ക് വരിക എന്നൊക്കെ പറഞ്ഞു. പിന്നെ നോമ്പ് ഖളാ വീട്ടിൽ വുജൂബുള്ള കാര്യങ്ങളും പറഞ്ഞു. ഇനി നോമ്പിനെ ഇംസാക്ക് ചെയ്യേണ്ടുന്ന ചില ഹാലുകളുണ്ട്. പിടിച്ചു നിർത്തുക. നോമ്പുകാരനല്ല യാഥാർത്ഥ്യത്തിൽ ഓന്, പക്ഷെ എന്നാലും പിടിച്ചു നിൽക്കണം, ഭക്ഷണം കഴിക്കാൻ നോമ്പുകാരനായിട്ട് തുടരണം. റമദാൻ മാസത്തിലെ നോമ്പാണെങ്കിൽ അതിന് എതിരോ നീർച്ചയോ അല്ലെങ്കിൽ ഖളാ വീട്ടണതോ ആണെങ്കിൽ ഈ പറഞ്ഞ കോലമില്ല. ഓനൊരു കാരണം കൂടാതെയാണ് നോമ്പ് ഒഴിവാക്കിയതെങ്കിൽ, മുറിച്ചൊരു കാരണമല്ല, രോഗ്യമാണെന്നോ അല്ലെങ്കിൽ ഓന് യാത്രക്കാരനാണെന്നൊന്നും ഇല്ലാതെ എന്താക്കി ഓൻ്റെ ശ്രേഷ്ഠപ്രകാരം ഓൻ എന്താക്കി നോമ്പ് മുറിച്ചു. ആ ആൾ പിടിച്ച് നിൽക്കണമെന്നാണ്. അല്ലെങ്കിൽ ഓന് എന്തെങ്കിലും കലത്ത് വന്നു, കലത്ത് എന്ന് പറഞ്ഞാൽ പിഴവ്, ഇങ്ങനെ ഒരു കാലത്ത് ഓന് മറന്ന് ഭക്ഷണം കഴിച്ചു, നോമ്പിന് നിയത്തൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിച്ചപ്പോൾ നോമ്പ് മുറിഞ്ഞല്ലോ. ഭക്ഷണം കഴിച്ചത് എങ്ങനെയാണ്? ഓന് രാത്രി ഉണ്ട് എന്ന് കരുതി നോമ്പ് ഭക്ഷണം കഴിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാങ്ക് കൊടുത്തു, ബാങ്ക് കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഉറപ്പായല്ലോ ഓന് ഭക്ഷണം കഴിച്ചത് സമയത്തിൽ പെട്ടിട്ടാണെന്ന്. അങ്ങനെ വന്ന ആളും പിടിച്ചു നിൽക്കണം. അല്ലെങ്കിൽ നെയ്യത്ത് രാത്രി വെക്കാൻ മറന്നു, അപ്പോൾ പിന്നെ നേരം വെളുത്താൽ നോമ്പില്ലല്ലോ നെയ്യത്തില്ലാത്തതുകൊണ്ട്. ആ ആളും എന്താക്കണം? പിടിച്ചു നിൽക്കണം. ഓന് ഇംസാക്ക് ചെയ്യണം, നോമ്പുകാരനായിട്ട് തുടരണം. ഇനി യൗമുശക്കിൻ്റെ അന്നത്തെ നോമ്പ്, അവിടെ ഓന് നോമ്പെടുത്തു. യൗമുശക്കിൻ്റെ അന്നത്തെ നോമ്പ്, അതായത് ഷഅബാൻ 30 അന്ന് ഇങ്ങനെ ആളുകളുടെ ഇടയിൽ നിന്നൊക്കെ അങ്ങനെ പറച്ചിലൊക്കെ കേൾക്കുന്നുണ്ട്, കണ്ടിട്ടില്ല എന്നൊക്കെ. അപ്പോൾ ആ സമയത്തുള്ള നോമ്പ് പിന്നെ ശക്കിനകത്തെ നോമ്പാണെങ്കിലും ഓൻ ഇംസാക്ക് ചെയ്യണം. പിന്നെ റമദാൻ പെട്ടതാണെന്ന് വ്യക്തമാവും ചെയ്താൽ അത് നോമ്പാവും ചെയ്തല്ലോ. അപ്പോൾ ഇംസാക്ക് ചെയ്യണമെന്നാണ്. അവിടെ മാസം കണ്ടിട്ടില്ല എന്നുള്ള ചെറിയ ഒരു അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള നോമ്പ് ഓൻ ഇംസാക്ക് ചെയ്യാമെന്നാണ്. പക്ഷേ ഇംസാക്ക് ചെയ്യണം, പിടിച്ചു നിർത്തുന്ന ഒരു നോമ്പുകാരനായിട്ട് പിടിച്ചു നിൽക്കുന്ന ആൾക്ക് ശറഈയായ നോമ്പുകാരനായി എന്ന് പറയാൻ പറ്റില്ല, അത് കിട്ടിയെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഓന് കൂലി കിട്ടും, കൂലി കിട്ടും. പക്ഷേ ഇങ്ങനെ നോമ്പ് ഓന് ഇക്കാരണം കൊണ്ടൊക്കെ എന്തായി മുറിച്ചു. എന്നാൽ ഇനി ഓനെന്നാ നോമ്പ് ഏതായാലും ഇല്ലല്ലോ, എന്നാൽ ഇനിയിപ്പോൾ ഭാര്യ അടുത്തുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ നാട്ടിലുമാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടാനോ മറ്റോ പറ്റില്ല. ബന്ധപ്പെട്ടാൽ അതുകൊണ്ട് കഫാറത്തില്ല, പക്ഷേങ്കിൽ ആ ബന്ധപ്പെടൽ കൊണ്ട് കുറ്റക്കാരനാണ്. കാരണം ഇപ്പോൾ ആ ദിവസത്തെ ആ മാസത്തിൻ്റെ പവിത്രതയെ മാനിച്ചില്ല എന്ന നിലക്ക്. ഇനി ഒരാൾക്ക് രോഗിയായിരുന്നു, പക്ഷേ രോഗം ഷിഫായി, മരുന്നൊക്കെ കുടിച്ചപ്പോൾ പനിയൊക്കെയാണ് മാറി ഉഷാറായി. ഇനിയിപ്പോൾ നെയ്യത്തൊന്നും വെക്കാതെ നോമ്പുകാരനാവില്ല, എന്നാലും ആ ആൾക്കും എന്ത് വേണം? അവനും പിന്നെ ഇംസാക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഒരാൾ മുസാഫിറാണ്, അങ്ങനെ നാട്ടിലെത്തി പകൽ, അപ്പോൾ നോമ്പുകാരനല്ലാതെ എത്തിയത്, അല്ലെങ്കിൽ ഒരു ഹൈദുകാരത്തിയാണ്, ഓള് ശുദ്ധിയായത് പകലിൻ്റെ നടുക്ക് ഇടയിൽ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഭാഗത്ത് കൂടി വരാം. ഇന്നലെ നമ്മൾ പറഞ്ഞത് യൗമുശക്കിൻ്റെ അന്നുള്ള നോമ്പ് ഖളാ വീട്ടൽ വുജൂബാണ്, ഫൗറ നിലക്ക് അവിടെ ഇംസാക്ക് നിർബന്ധമാണ് എന്ന് പറഞ്ഞു. അതിൽ ചില ആളുകൾ ഇഷ്കാൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. നിയ്യത്ത് ഉപേക്ഷിച്ച ഒരാൾക്ക് പിന്നെ ഫൗറ് വേണ്ട, ഖളാവോട് കൂടെ മതിയല്ലോ എന്നാണ്. പക്ഷേ ചില ഇമാമികളുടെ അടുക്കൽ പിന്നെ ഈ ആബിലൊക്കെ വന്നിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും ഈ നിർബന്ധമാണ്, ഫൗറ് വേണമെന്നാണ്. നിയ്യത്ത് ഉപേക്ഷിച്ചതാണെങ്കിലും ഫൗറ് വേണമെന്നാണ്. അപ്പോൾ പിന്നെ ഒരു ഗണത്തിൽപ്പെട്ടു, സംശയത്തിൻ്റെ വകാട വരുന്നില്ല. ചില ഇമാമികളുടെ അടുക്കൽ അവിടെ തറാഖീൽ മതി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തക്സീറാണ് നോക്കുന്നത്. ഒരു സ്ഥലത്തുള്ള തക്സീർ അൽഹറാണ്, ഒരു സ്ഥലത്തുള്ള തക്സീർ ഏതല്ല, അൽഹർ അല്ല. അതായത് ഇപ്പോൾ ഷെക്കിൻ്റെ അന്നെന്ന് പറഞ്ഞാൽ ഓന് നല്ലോണം സൂക്ഷ്മമായിട്ടൊക്കെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഷെക്ക് അല്ലാതെ ഓന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഒരു തക്സീർ അവിടെ വരിക എന്നുള്ളത് അവൻ്റെ അടുക്കലുണ്ട്. അതാണ് അവിടെ ഫൗർ എന്ന് പറഞ്ഞത്. നിയ്യത്ത് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഓനവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓന് മറന്നതല്ലേ. അപ്പോൾ അത് രണ്ടാണ്. പക്ഷെ അംദൻ നിലക്ക് നിയ്യത്ത് ഉപേക്ഷിച്ചതാണോ? അംദ നിലക്ക് നിയ്യത്ത് ഉപേക്ഷിച്ചതാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെയും ഫൗറൻ നിലക്ക് തന്നെ ഖളാ വീട്ടേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ രണ്ട് മസലയിലെ ചെറിയ ഇഖ്തിലാഫ് ഹുക്കാവിൻ്റെ അടിയിൽ അവിടെ വന്നിട്ടുണ്ട്.
വയജിബ് ഇംസാക്കുൻ, ഇംസാക്ക് നിർബന്ധമാണ്. അൻ മുഫത്തുരിൻ, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഇംസാക്ക് ചെയ്യൽ വുജൂബാണ്. ഫീഹി, ആ റമദാനിൽ. ഫഖത്ത് റമദാനിൽ മാത്രമേ ആ വിഷയമുള്ളൂ. ദൂന നഹ്വി നദർ, നേർച്ചയോ അല്ലെങ്കിൽ ഖളാ കിട്ടുന്നതോ ആണെങ്കിൽ അത്ര പിന്നെ സീരിയസ് ഗൗരവം അതിലില്ല. പക്ഷെ എന്താ മനസ്സിലാക്കേണ്ടത് അറിയോ? ഇൻ അഫ്തറോ, നോമ്പ് മുറിച്ചു, അതായത് മുഫത്തറിൻ്റെ കാര്യങ്ങൾ അവൻ എന്താക്കി ഉപയോഗിച്ചു. എങ്ങനെയാണ്? ബി ഗൈരി ഉദുറിൻ, ഒരു കാരണം കൂടാതെ നോമ്പ് മുറിച്ചു. അതായത് കാരണം എന്താണ്? മറദ്, മീൻ മറദിൻ ഔ സഫറിൻ, യാത്രക്കാരനോ മറദുകാരനോ ആകുന്നുള്ളതില്ല. ഔ ബി കാലത്തിൻ, അല്ലെങ്കിൽ അവൻ്റെ നോമ്പ് മുറിഞ്ഞ കാലത്തുകൊണ്ടാണ്. കാലത്തുകൊണ്ട് നോമ്പ് മുറിഞ്ഞതിനുള്ള ഉദാഹരണം കമന്റ് ഒരുത്തനെ പോലെ. അക്കല ഓൻ ഭക്ഷിച്ചു, വാന്നെ ഭാവിച്ചവനായിട്ട്, ബക്ക അല്ലെ രാത്രി ഇനിയുണ്ട് എന്ന് കരുതിയിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പം എന്നിട്ട് പിന്നെ എന്തായി? വെളിവായി രാത്രി കഴിഞ്ഞിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചത് രാത്രിയിലാണ്. അപ്പോൾ പിന്നെ നോമ്പ് ഫലപ്രദമാവില്ലല്ലോ. മറ്റൊന്ന് നസിയ തബീയത്തെ നെയ്യത്ത്, നെയ്യത്തിൻ്റെ രാപ്പ എല്ലാം മറന്നു, അങ്ങനെ ഒരു കോലം. അല്ലെങ്കിൽ ആ വഫ്തറ യൗമ ഷെക്ക്, ഷെക്കിൻ്റെ ദിവസം എന്താക്കി നോമ്പാണ് മുറിച്ചു, നോമ്പ് മുറിച്ചു. ഇപ്പോൾ ബാനമ റമദാന, ഷെക്കിൻ്റെ ദിവസമാണ്, അപ്പോൾ എന്താക്കിയോ നോമ്പ് മുറിച്ച്, നോമ്പ് പറഞ്ഞില്ല, പിന്നെ റമദാനാന്ന് മനസ്സിലായി. അപ്പോൾ ബാന റമദാന, റമദാനിലാണ് ഇത് ഞാൻ ഇപ്പോൾ മുറിച്ച റമദാൻ മാസമാണെന്ന് വ്യക്തവുമായി. അതായത് പിന്നെ ഷാബാൻ 30-ൻ്റെ അന്ന്, ഷാബാൻ 30 അവിടെ മാസപ്പിറവി കണ്ടതായിട്ടും മറ്റൊന്നും ആരും പറയുന്നില്ല. യഥാർത്ഥത്തിൽ മാസപ്പിറവി കണ്ടിരുന്നു, 29-ന് കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവിടെ ഇന്ന് നോമ്പാണെന്ന്. അപ്പോൾ നമ്മൾ ഇംസാക്ക് ചെയ്യണം. അപ്പോൾ ബാനമി റമദാൻ, റമദാനിന്ന് ആണെന്ന് വ്യക്തമായി. എന്തങ്ങനെ ഇംസാക്ക് ചെയ്യൽ വുജൂബാണെന്ന്? കാരണം ഹുർമത്തിൽ വ്യക്തി, ആ റമദാനിൻ്റെ കാലത്തെ, ആ സമയത്തെ മാനിച്ചതിന് വേണ്ടി. വലൈസ ലിൽ മുംസിക്കി ഫി സോമിൻ, ഫലൈസ മുംസിക്കിനിക്കില്ല, ഫി മുംസിക്കല്ല, ഫി സോമിൻ ഷറഅയ്യായ നോമ്പിലൊന്നും അല്ല. ലാക്കിന്നഹു, ആ മുംസിക്ക് യുസാബു അലൈഹി, അവൻ്റെ മേൽ അവന് കൂലി കിട്ടും. പക്ഷേ ഫയസിമു ബി ജിമാഇൻ, ജിമാ ഒക്കെ ചെയ്താൽ ഓൻ്റെ പേര് എന്താണ്? കുറ്റവുമുണ്ട്. ഇംസാക്ക് ചെയ്യൽ നിർബന്ധമാണ്. അതോടൊപ്പം ഓനിപ്പോൾ ഏതായാലും നോമ്പുകാരനല്ലല്ലോ, എന്നാൽ ഇനിയിപ്പോൾ അതൊക്കെ നടന്നോട്ടെ എന്ന് കരുതിയിട്ട് പോയാൽ ആ ചെയ്തത് കൊണ്ട് ഏതില്ല, കഫാറത്തൊന്നുമില്ല. പക്ഷെങ്കിൽ നോമ്പ് അത് ഓന് കുറ്റക്കാരനാവും. വല കഫാറത്തില്ല. നുദിബ ഇംസാക്കുൻ, ഇനി ഇംസാക്ക് ചെയ്യൽ വുജൂബ എന്ന പൊതുവെ പറഞ്ഞു. ഇനി സുന്നത്താണ്. ആർക്ക്? ലി മരീദ്, രോഗിക്ക്. ഷുഫിയ, ആ രോഗം ഷിഫിയായിട്ടുണ്ട്. മുസാഫിർ, യാത്രക്കാരനിക്കും ഇംസാക്ക് ചെയ്യൽ സുന്നത്താണ്. ഖദിമ അസ്ന അന്നഹാരി, പകലിൻ്റെ ഇടയിലായിട്ട് ഓനതാക്കി വീട്ടിലേക്ക് വന്നു, മുഫത്തറൻ, നോമ്പ് ഇല്ലാത്തവനായിട്ട്. അല്ലെങ്കിൽ ആ ഹാലിന് ഒരു മെൻസസ് പീരീഡ് കാര്യത്തിൽ തൊഹറത്ത്, അവൾ ശുദ്ധിയായത് അസനാഹു, അതിൻ്റെ ഇടയിലാണ്. ഇതിൻ്റെ ഇടയിൽ ഈ പകലിൻ്റെ ഇടയിലായിട്ടാണ് അവർ ശുദ്ധിയായത്. അപ്പോൾ അവൾ എന്ത് വേണം? ശുദ്ധിയായെങ്കിൽ നോമ്പ് നിയത്തും മറ്റൊന്നും വന്നിട്ടില്ല, ഇനി ഇവിടെ നല്ല സമയം പിടിച്ചു നിൽക്കണം എന്നാണ്. വയജിബു അലാമൻ അഫ്സദഹു സോം റമദാന ബിജിമാഇൻ അസിമ ബിഹി ലി അജലി സോമി ലാ ബിൽ ഇസ്തിംനാഇ വ ഉക്ലിൻ കഫാറത്തുൻ മുതകറത്തുൻ ബി തക്റാറിൽ ഇഫ്സാദി വഇല്ലം യുകഫിർ അനിസാബിക്ക് മഅഹു മഅ ഖളാഇ ദാലിക സോമി വൽ കഫാറത്തി. അത് മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്കത് പഠിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.